അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 9 ഞായറാഴ്ച. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം 30ഓളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരും ബംഗ്ലാദേശ്, മൗറീഷ്യസ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കും. പുതിയ മന്ത്രിസഭയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് 4ഉം JDUവിന് 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന. സോണിയാഗാന്ധി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സോണിയയുടെ പേര് നിർദ്ദേശിച്ചത്. പ്രതിപക്ഷ നേതാവ് ആരെന്ന് കാത്തിരുന്നു കാണൂ എന്ന് ഖാർഗെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ സഭ സമ്മേളിക്കുന്നതിന് മുമ്പ് തീരുമാനിക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കുമെന്നും റായ്ബറേലിയിൽ MP ആയി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ തന്നെ പരിഗണിക്കാനാണ് തീരുമാനം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് പ്രവർത്തക സമിതി പ്രമേയം പാസാക്കി. പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും യോഗ്യനെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. മോദിക്കെതിരായ പോരാട്ടത്തിൽ രാഹുലിന്റെ നയങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയെന്നും പ്രവർത്തക സമിതിയുടെ വികാരം രാഹുൽ മനസ്സിലാക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് CPI നേതാവും വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന ആനി രാജ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന വിവരം വയനാട്ടിലെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പറയാതിരുന്നത് തെറ്റാണ്. ഭരണഘടന അനുശാസിക്കുന്നതിനാൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചതിൽ തെറ്റില്ല. എന്നാൽ മുൻകൂട്ടി വയനാട്ടിലെ ജനങ്ങളോട് പറയാത്തത് മാത്രമാണ് തെറ്റെന്നും അവർ വിശദീകരിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പിന്മാറിയത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്ത നടപടിയാണെന്നും അവർ വിമർശിച്ചു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഈ മാസം 10-ന് ആരംഭിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. ആകെ 28 ദിവസമാണ് സഭ സമ്മേളിക്കുക. ആദ്യ ദിവസം ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഫോട്ടോ സെഷൻ ഉണ്ടാകും. ജൂലൈ 25-നാണ് സഭാ സമ്മേളനം അവസാനിക്കുക. ലോക കേരള സഭ ജൂൺ 13, 14, 15 തീയതികളിൽ നടക്കും. ഈ ദിവസങ്ങളിൽ സഭ സമ്മേളിക്കില്ല. സഭയിലെ എല്ലാ ചോദ്യങ്ങൾക്കും മന്ത്രിമാർ ഉത്തരം നൽകണമെന്ന് റൂളിംഗ് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചു. കൊടി സുനി ഒഴികെ 10 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് പരോൾ. അതേസമയം തിരഞ്ഞെടുപ്പിന് മുമ്പ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോളാണ് അനുവദിച്ചതെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ പറയുന്നത്. ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും രാജിവെച്ച് പോകണമെന്ന് പിണറായിയോട് പറയുന്നത് ഉളുപ്പ് എന്ന വാക്കിനെ അപമാനിക്കുന്നതിന് തുല്യമായതിനാൽ ആ ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. പുരോഹിതനെ അപമാനിച്ചതിൽ പിണറായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട സുധാകരൻ പിണറായി വിജയൻ എന്ന സംഘപരിവാർ വിത്തിനെ കേരള മണ്ണിൽ ഇനിയും തുടരാൻ അനുവദിക്കണോ എന്ന് യഥാർത്ഥ ഇടത് ചിന്താഗതിക്കാർ ആലോചിക്കേണ്ടതുണ്ടെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ള മതേതര ശക്തികൾ ഗൗരവത്തോടെ കാണണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പലവട്ടം ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞുവെന്നും തിരുത്തി മുന്നോട്ടു പോയില്ലെങ്കിൽ ഇനിയും ശിക്ഷിക്കപ്പെടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സാമൂഹിക അംഗീകാരം നേടിയെടുത്തത് ജനങ്ങളുമായുള്ള അവരുടെ ബന്ധത്തിന്റെ അടിത്തറയിലാണെന്നും ആ ശൈലിക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് താൻ ഉൾപ്പെടെ ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് 50,000 രൂപയുടെ വൈദ്യുതി ബിൽ ലഭിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വാഗമൺ വട്ടപ്പതാൽ സ്വദേശി അന്നമ്മയ്ക്കാണ് KSEBയുടെ ബില്ല് ലഭിച്ചത്. ഭീമമായ ബിൽ ഒഴിവാക്കാൻ
പീരുമേട് സെക്ഷൻ ഓഫീസിൽ ചെന്ന് വിശദീകരണം നൽകിയെങ്കിലും ഒറ്റമുറി വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് KSEB ചെയ്തത്. നീറ്റ് പരീക്ഷാ പരാതിയിൽ ഗ്രേസ് മാർക്ക് പുനഃപരിശോധിക്കാൻ സമിതി രൂപീകരിച്ചെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K. സഞ്ജയ് മൂർത്തി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പരാതികൾ പരിശോധിച്ച ശേഷം ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകും. ഒന്നാം റാങ്കുകാരുടെ എണ്ണം കൂടിയത് 44 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിനാലെന്ന് NTA വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. അതോടൊപ്പം നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് IMA ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തി. വീണ്ടും പരീക്ഷ നടത്തി സുതാര്യമായ മൂല്യനിർണ്ണയം ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ രാജ്യവ്യാപക പണിമുടക്ക് നടത്തുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. തൃശൂർ DCCയിലെ കൂട്ടത്തലിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ വ്യക്തമാക്കി. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ പോലീസ് കേസെടുത്തു. DCC ഓഫീസിൽ കയ്യേറ്റത്തിന് ഇരയായ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറ AICCക്ക് പരാതി നൽകി. ഇതിനിടെ DCC അധ്യക്ഷനെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പാർട്ടി നേതാക്കളെ അറിയിച്ചു. ഇത് തെളിയിക്കാനുള്ള CCTV ക്യാമറ ദൃശ്യങ്ങളും ജോസ് നേതൃത്വത്തിന് കൈമാറി. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോര് മുറുകിയതിനാൽ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല മുതിർന്ന നേതാക്കൾക്ക് കൈമാറും. 19 സീറ്റുകളിൽ പരാജയപ്പെട്ടത് ഭരണവിരുദ്ധ വികാരമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരിഹാസ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോഴാണോ അത് അറിയുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഡൽഹിയിൽ CPM പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. BJP ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകി. ഇന്ന് ദേശീയ നേതാക്കളുമായി ശോഭാ സുരേന്ദ്രൻ ചർച്ച നടത്തും. ശോഭയ്ക്ക് പദവികൾ നൽകുന്നത് നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. ആലപ്പുഴയിൽ മത്സരിച്ച ശോഭ ഇത്തവണ 3 ലക്ഷത്തിനടുത്ത് വോട്ട് നേടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് BJP ദേശീയ നേതൃത്വം. ലോട്ടറി വിൽപ്പനയ്ക്ക് അനുമതി കൊടുത്താൽ ലാഭവിഹിതത്തിന്റെ പകുതി നൽകാമെന്ന സിക്കിം സർക്കാരിന്റെ വാഗ്ദാനം തള്ളി കേരളം. ലോട്ടറി തട്ടിപ്പിനെതിരെ CBI അന്വേഷണം നടക്കുന്നതിനാൽ അനുമതി നൽകാനാകില്ലെന്ന് കേരളം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മമതാ ബാനർജി. നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. CAA റദ്ദാക്കണമെന്ന ആവശ്യം ഇനിയും ഉയർത്തും. ഇക്കാര്യം പാർലമെന്റിൽ ആവശ്യപ്പെടുമെന്നും മമത വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി മമതാ ബാനർജിയും ലോക്സഭാ കക്ഷി നേതാവായി സുദീപ് ബന്ദോപാധ്യായയും തുടരും. ഹമാസ് ബന്ദികളാക്കിയ 4 പേരെ ഇസ്രായേലി സൈന്യം രക്ഷപ്പെടുത്തി. ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തത്. 3 പുരുഷന്മാരെയും 1 സ്ത്രീയെയുമാണ് രക്ഷപ്പെടുത്തിയതെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇനിയും 130ഓളം പേർ മോചിപ്പിക്കപ്പെടാനുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇതിൽ 1/4 പേർ ജീവനോടെയില്ലെന്നും ഇസ്രായേൽ കരുതുന്നു. 3ാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് മമതാ ബാനർജി. ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു പാർട്ടി സർക്കാർ രൂപീകരിക്കുമ്പോൾ അവർക്ക് നന്മ വരട്ടെ എന്ന് പറയാനാവില്ലെന്നും എന്റെ ആശംസകൾ ഈ രാജ്യത്തിനാണെന്നും മമത പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി DMK വക്താവും മാധ്യമ വിഭാഗം ജോയിന്റ് സെക്രട്ടറിയുമായ ശരവണൻ അണ്ണാദുരൈയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കങ്കണ റണാവത്തിനെ തല്ലിയ CISF കോൺസ്റ്റബിളിന് പാരിതോഷികം പ്രഖ്യാപിച്ച് തമിഴ്നാട്ടിലെ സംഘടന. പെരിയാറിന്റെ ചിത്രം പതിപ്പിച്ച സ്വർണ്ണമോതിരം നൽകുമെന്നാണ് ദ്രാവിഡ സംഘടനയായ TDPK പ്രഖ്യാപനം നടത്തിയത്. കങ്കണയെ തല്ലിയ CISF വനിതാ കോൺസ്റ്റബിൾ കുൽവിന്ദർ കൌറിന്റെ വീട്ടിലേക്ക് സമ്മാനം അയച്ചു കൊടുക്കുമെന്നാണ് പ്രഖ്യാപനം. നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും മുന്നറിയിപ്പുമായി ശിവസേന ഉദ്ധവ് വിഭാഗം. NDA സഖ്യകക്ഷികൾക്ക് BJP നൽകിയ വാഗ്ദാനങ്ങൾ എഴുതി വാങ്ങണമെന്ന് ആദിത്യ താക്കറെ പറഞ്ഞു. സംസ്ഥാനത്തിന് പ്രത്യേക പദവി അടക്കം ലഭിച്ച വാഗ്ദാനങ്ങളെല്ലാം പരസ്യപ്പെടുത്തണം. അടച്ചിട്ട മുറിക്കുള്ളിൽ നൽകുന്ന ഉറപ്പുകൾ എല്ലാം BJP ലംഘിക്കും. സഖ്യകക്ഷികളെ തകർക്കാനുള്ള അവസരമാണ് BJP തേടുന്നത് എന്നും ആദിത്യ താക്കറെ വ്യക്തമാക്കി. ഒഡീഷയിലെ പരാജയത്തിന് കാരണക്കാരനെന്ന രീതിയിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങുന്ന VK പാണ്ഡിനെ പിന്തുണയുമായി BJD അധ്യക്ഷൻ നവീൻ പട്നായക്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പാണ്ഡിനെ കുറ്റപ്പെടുത്തുന്നത് അനീതിയാണെന്ന് പറഞ്ഞ പട്നായക് പാർട്ടിയിലും ഭരണതലത്തിലും പാണ്ഡ്യന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചു.
2020 ലോകകപ്പിൽ ഇന്നലെ 4 കളികൾ. ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ന്യൂസിലൻഡിനെ 84 റൺസിന് അട്ടിമറിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 15.2 ഓവറിൽ 75 റൺസിന് എല്ലാവരും പുറത്തായി. 2020 ലോകകപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ ശ്രീലങ്കയെ ബംഗ്ലാദേശ് 2 വിക്കറ്റിനെ തകർത്തു. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 9 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് 1 ഓവർ ബാക്കി നിൽക്കെ 8 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 2020 ലോകകപ്പിലെ മൂന്നാമത്തെ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത നെതർലൻഡ്സിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 7 ബോളുകൾ ശേഷിക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 2020 ലോകകപ്പിലെ ഇന്നലത്തെ 4ാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ഇംഗ്ലണ്ടിനെതിരെ 36 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 7 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് മത്സരം. വൈകിട്ട് 8 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. ഇറ്റലിയുടെ ജസ്മിൻ പൌളിനിയെ ഫൈനലിൽ തോൽപ്പിച്ചാണ് ജേതാവായത്. 6-1, 6-2 എന്നിങ്ങനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സ്വിയാടെക്കിന്റെ വിജയം. ഫ്രഞ്ച് ഓപ്പണിൽ ഇഗയുടെ 4ാം കിരീടവും തുടർച്ചയായ 3ാം കിരീടവുമാണിത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.